നിങ്ങൾ യു കെയിൽ നിന്ന് സ്കിൽഡ് വർക്കർ വിസയിലോട്ട് മാറാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളോ അല്ലെങ്കിൽ യു കെയിലോട്ട് ഇനി ഒരു സ്റ്റുഡൻറ്റ് വിസയിൽ വരാൻ വേണ്ടി നോക്കുന്ന ആളുകളോ ഡിപ്പെൻഡ് വിസയിലോട്ട് മാറാൻ നോക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള വീഡിയോ ആണ്. 2026 വരുന്ന വിസ ചേഞ്ചിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് നിങ്ങളുടെ PSW അതുപോലെ തന്നെ ഇംഗ്ലീഷ് പ്രൊഫഷൻസിനെ കുറിച്ച്. നിങ്ങൾ ഇത്രമാത്രം ടെൻഷൻ ആവേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഈ കാര്യം പറഞ്ഞുതരാം. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞിട്ട് A1 B2 C2 എന്ന് കേട്ട് നിങ്ങൾ ആകെ കൺഫ്യൂസ്ഡ് ആയിരിക്കും. എന്താണ് ഇതിൻ്റെ ഹൈറാർക്കി എന്ന് പറഞ്ഞുതരാം. A1 മുതലാണ് ഇതിൻ്റെ ഹൈറാർക്കി വരുന്നത്. A1 എന്ന് പറഞ്ഞാൽ ഒരു ബേസിക് ഇംഗ്ലീഷ് അറിയാന്നുള്ളതാണ്. B2 പറഞ്ഞാൽ കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ട് നിങ്ങൾ സംസാരിക്കണം, നിങ്ങൾ അത്തരത്തിലുള്ള ഇംഗ്ലീഷ് ഡിഗ്രിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെന്ന് കാണിക്കുക എന്നുള്ളതാണ്. നമുക്കിതൊരു 3 കാറ്റഗറി ആയിട്ട് തിരിക്കാം. ഫസ്റ്റ് വൺ സ്കിൽഡ് വർക്കർ വിസ. ജാനുവരി 8 ശേഷമാണ് നിങ്ങൾ മാറാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഇംഗ്ലീഷ് പ്രൊഫഷൻസി പറഞ്ഞ B2 ആണ്. അത് നിങ്ങൾ ഓൾറെഡി യു കെ എന്നൊരു ഡിഗ്രിയോ മാസ്റ്റേഴ്സോ PhD ചെയ്ത ആളുകളാണെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ്. നിങ്ങൾ അതിനെപ്പറ്റി വറി ചെയ്യേണ്ട ആവശ്യമില്ല. സെക്കൻഡ് വൺ, നിങ്ങൾ സ്റ്റുഡൻ്റ് ആയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്കും വേണ്ടത് B2 ലെവലാണ്. B2 ലെവൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നാട്ടിൽ ഇംഗ്ലീഷിലാണ് ഡിഗ്രി പഠിച്ചിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യു കെ ആയിരിക്കും. ഇപ്പോൾ അതിൻ്റെ പേര് ECCTIS എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. നിങ്ങൾക്ക് അതിനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു കെ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു വിസയിൽ വരാൻ കഴിയുന്നുള്ളതാണ്. തേർഡ് വൺ ഡിപ്പെൻഡൻറ്റ് വിസയാണ്. അവർക്ക് വേണ്ട ഇംഗ്ലീഷ് പ്രൊഫഷൻസി A1 ലെവലാണ്. A1 ലെവൽ എന്ന് പറഞ്ഞാൽ ബേസിക് ഇംഗ്ലീഷ് അറിയാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി അടുത്തത് PSWൻ്റെ കേസാണ്. ഒരുപാട് ഏജൻസികൾ ഇപ്പോഴും പറയുന്നുണ്ട് നിങ്ങൾക്ക് 2 വർഷം PSW കിട്ടും. ഒരിക്കലും നിങ്ങൾ സെപ്റ്റംബറിൽ ഒരു മാസ്റ്റേഴ്സ് എടുത്ത് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ജനുവരി നിങ്ങളൊരു ഡിഗ്രി എടുത്ത് വന്നിട്ടോ അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും 2 വർഷത്തെ PSW കിട്ടില്ല. ഏകദേശം 1.5 ഇയേഴ്സ് മാത്രമാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. കാരണം 2026 ഡിസംബർ 31 ശേഷം ആരൊക്കെ PSWന് അപ്ലൈ ചെയ്തോ അവർക്കൊന്നും 2 വർഷം കിട്ടില്ല എന്നുള്ളതാണ്. ഈ ചേഞ്ചുകളൊക്കെ നിങ്ങൾ ഭയങ്കര ഭയാനകമായിട്ട് കാണേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇവിടെ ആദ്യം 6 മന്ത് മാത്രം സ്റ്റേ ബാക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴാണ് ഇവർ 2 ഇയേഴ്സ് സ്റ്റേ ബാക്ക് വന്നത്. അത് 1.5 ഇയർ ആയി, എത്ര മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്താണോ അതിൽ നിന്ന് നിങ്ങൾ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് നല്ല റിസൾട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്.